നമുക്ക് നിധിയുടെ സുധീഷിന്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? വീഡിയോ ഇഷ്ടപ്പെടുവാണെന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുതേ. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് നിധിയുടെ സുധീഷിന്റെ പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് നിധിയെയും കൂട്ടി സുധീഷ് ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. പോകുന്ന സമയത്ത് സുധീഷ് ഒന്നും സംസാരിക്കുന്നില്ല. കാറിൽ കയറിയിട്ട് അല്ലെങ്കിൽ സാധാരണ സുധീഷ് വാതോരാതെ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാ. പക്ഷെ നിധിയോട് ഒരു അക്ഷരം പോലും മിണ്ടുന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സഹിയായിട്ട് നിധി ചോദിച്ചു, എന്താ സുധീഷെ, എന്ത് പറ്റി? സുധീഷ് എന്താ മിണ്ടാതിരിക്കണമെന്ന് ചോദിച്ചു. ഒന്നുമില്ല. അല്ല, എന്തോ കാര്യമായിട്ടുണ്ട്. അല്ലെങ്കിൽ ഒന്നും അല്ലല്ലോ, ചളവളാന്ന് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ലേ, ഇപ്പോഴെന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ എന്ത് പറയാനായിട്ടാ, ഞാൻ എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ആർക്കും അത് ഇഷ്ടപ്പെടത്തില്ലല്ലോ. അല്ല, അങ്ങനെയല്ല, എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് സംസാരിക്കാതെ വരുമ്പോൾ ആർക്കാണേലും ഒരു ബുദ്ധിമുട്ട് തോന്നും, ചില സംശയങ്ങളൊക്കെ തോന്നും. ഇനി എന്തേലും കാരണം ഉണ്ടായിട്ടാണോന്ന്, അതുകൊണ്ട് ഞാൻ ചോദിച്ചാന്ന് പറഞ്ഞു. ആ സമയത്ത് സുധീഷ് നിധി ഒന്ന് നോക്കുക മാത്രം ചെയ്തു, പിന്നെ ഒന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും നിധി ഓർത്തു, എന്ത് പറ്റിയ സുധീഷിന്? ഇങ്ങനെയൊന്നും അല്ലല്ലോ, ഇനി താനുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, താൻ എന്തെങ്കിലും അറിയാതെ എന്തെങ്കിലും പറഞ്ഞു പോയോ എന്നൊക്കെയൊരു ചിന്തയായിരുന്നു നിധിയുടെ മനസ്സിൽ. ആ സമയം സുധീഷ് പറഞ്ഞു, ഇപ്പം ഞാൻ മിണ്ടിയാൽ എന്ത്, മിണ്ടിയില്ലെങ്കിൽ എന്ത്, നിങ്ങളെ ആരെയും അത് ബാധിക്കുന്ന കാര്യമല്ലല്ലോ. അല്ലെങ്കിൽ തന്നെ ഇന്നലെ അപ്പം സുധീഷിൻ്റെ മനസ്സിൽ നിന്ന് ഇന്നലത്തെ കാര്യം അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഇന്നലെ ഞാൻ താമസിച്ച് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ നിധി എനിക്ക് വേണ്ടി കഥകളൊക്കെ തുറന്നു വന്നു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ നിധി എന്താ പറഞ്ഞേ, ഇനിയിപ്പോൾ സുധീഷിന് എന്തെങ്കിലും ആപത്ത് വരുമോയെന്ന്, നിധിയുടെ അച്ഛനും ചേട്ടനും ഒക്കെ എന്നെ എന്തെങ്കിലും ഉപദ്രവിക്കുമെന്ന് ഭയന്നിട്ടാണ് നിധി എനിക്ക് വേണ്ടി കാത്തിരുന്നത്. അപ്പം നിധിക്ക് ആ പേടിയാണ്, നിധിയുടെ അച്ഛനും ഏട്ടനും ഒക്കെ എന്തേലും എന്നെ ചെയ്യുമെന്ന്, ഇനി അവർക്ക് ആ പേരിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്ന്. അതോർത്തിട്ടല്ല നിധി ഇന്നലെ എന്നെ കാത്തിരുന്നേ. അവർക്കൊരു പ്രശ്നം ഉണ്ടാവരുത്. എനിക്കെന്ത് സംഭവിച്ചാൽ എന്താ, നിധിയുടെ അച്ഛനും ചേട്ടനും ഒരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല അല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പം നിധി ഒന്നും മിണ്ടിയില്ല, ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് ഓർത്തു, താനിതൊക്കെ പറഞ്ഞിട്ട് എന്താ ഇവളും മിണ്ടാത്തെ? സെന്റിമെന്റ്സ് വർക്കാവുന്ന ആയെന്നാ തോന്നേ. ഇവളുടെ മനസ്സറിയാൻ പറ്റിയ സമയം തന്നെ. അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നിട്ടും നിധി ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷ് ചോദിച്ചു, ഞാൻ പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമില്ലേ, പിന്നെ നിധി എന്താ മിണ്ടാത്തേന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, ഒരിക്കലും അങ്ങനെയല്ല സുധീഷേ, എൻ്റെ അച്ഛനും ചേട്ടനും എന്തേലും സംഭവിക്കുന്നു കരുതിയിട്ടല്ല ഞാൻ സുധീഷിനോടത് പറഞ്ഞേ. സുധീഷിന് എന്തെങ്കിലും സംഭവിക്കുന്ന എനിക്ക് പേടിയുണ്ടായിരുന്നു. നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് സങ്കടമാവില്ലേ, വിഷമാവില്ലേ? സുധീഷ് വരാൻ താമസിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ആ ഒരു ബുദ്ധിമുട്ടുണ്ടായി. കൃത്യസമയത്ത് വരുന്നല്ലേന്നും, അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. അല്ലാതെ എൻ്റെ അച്ഛനും ഏട്ടനും എന്തെങ്കിലും സംഭവിക്കുന്നുള്ള ഭയം കൊണ്ടല്ല. സുധീഷിന് അത് കേട്ട് ഞാൻ ഭയങ്കര സന്തോഷമായി. സുധീഷ് തൻ്റെ സന്തോഷം മനസ്സിലൊളിപ്പിച്ചു വെച്ചു. തൽക്കാലത്തേക്ക് ഇവളുടെ മുന്നിൽ അധികം പ്രകടനങ്ങളും നടത്തണ്ട, ഇവൾക്ക് സംശയം തോന്നിയാലോ. പിന്നീട് നിധി പറഞ്ഞു, അല്ല സുധീഷിന് എന്നെ സംശയം ഉണ്ടായിരുന്നല്ലേ? അല്ല, ഞാൻ കരുതിയത് ഇനിയിപ്പം സംശയിക്കൊന്നും വേണ്ട. എനിക്ക് സുധീഷിനോട് ദേഷ്യവും കാര്യങ്ങളൊന്നും ഇല്ല. സുധീഷിനറിയാലോ അത്. എൻ്റെ അച്ഛനും ചേട്ടനും ചെയ്ത ക്രൂരത മൂലം സുധീഷ് എത്രമാത്രം അനുഭവിച്ചത് എനിക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമം എനിക്കുണ്ടായിരുന്നു. ഇനി അങ്ങനെ ഒരിക്കലും സംഭവിച്ചുകൂടാ. അതുകൊണ്ടാണ് എനിക്ക് ആ ഒരു പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞു. പിന്നെ സുധീഷ് നിർത്താതെ സംസാരം തുടങ്ങി. സുധീഷിന് സന്തോഷമായല്ലോ. അങ്ങനെ ഇൻ്റർവ്യൂ നടക്കുന്ന കമ്പനിയുടെ അവിടെ ചെന്നിറങ്ങി കഴിഞ്ഞപ്പോൾ സുധീഷ് പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. വേണ്ട, സുധീഷ് ഇവിടെ ഇരുന്നാൽ മതി, ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധി അങ്ങോട്ട് കയറി ചെന്ന് റിസപ്ഷൻ ഇരിക്കുന്ന പെൺകുട്ടിയോട് പറഞ്ഞു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നാന്ന് പറഞ്ഞു. അല്ല, അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോയിൻമെൻറ്റ് ലെറ്ററോ? അങ്ങനെ ഒരു ലെറ്റർ കിട്ടിയിട്ടില്ലോ. രാവിലെ 10 മണിയാകുമ്പോൾ ഇവിടെ വരാനാണ് പറഞ്ഞേ. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ആ പെൺകുട്ടി പറഞ്ഞു, അതെ ഞാൻ വെറുതെ പറഞ്ഞ അപ്പോയിൻമെൻറ്റ് ലെറ്റർ എന്നൊക്കെ, അങ്ങനെയൊന്നും ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞു. ഞാൻ പോയി സാറിനോട് ചോദിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി വന്നിട്ട് പറഞ്ഞു, അകത്തേക്ക് കയറി ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ നിധി ഭയങ്കര ടെൻഷനോട് കൂടിയാണ് കയറി പോന്നേ. കാരണം ഇതിനു മുമ്പ് ചെന്നിടത്തൊക്കെ പറ ചോദ്യങ്ങളും പിന്നെ എന്ന് വേണ്ട ഭയങ്കര പ്രകടനമായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും ഇവിടെ എന്നൊരു ചിന്തയുണ്ട്. അങ്ങനെ ചെന്ന് കഴിഞ്ഞിട്ട് നിധി ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ കമ്പനിയുടെ മാനേജർ ചോദിച്ചു, നിധി എന്ന പേരല്ലേന്ന് ചോദിച്ചു. അതെ സാറെന്ന് പറഞ്ഞു. അതെ, സാറെന്നൊന്നും എന്നെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. ഞാനും നിധിയെപ്പോലെ ഒരാളാണ്, പുതിയതായിട്ട് തുടങ്ങിയ കമ്പനിയാണ്, ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ, അതുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കേണ്ട കാര്യമില്ല. അത് കേട്ടപ്പോൾ നിധി ഒരു അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. പിന്നീട് നിധിയുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ കാണിക്കാണ്ട് ആവശ്യപ്പെട്ടു. നിധി സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കൊടുത്തു. അതൊക്കെ നോക്കിയിട്ട് ചോദിച്ചു, ഗോൾഡ് മെഡലിസ്റ്റ് അല്ലേന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. കൊള്ളാലോ. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ നോക്കിയിട്ട് ഭയങ്കര പുള്ളിക്കാരന് നല്ലൊരു മതിപ്പ് തോന്നി നിധിയിൽ. പിന്നീട് നിധിയോട് പറഞ്ഞു, ഈ കമ്പനിയിൽ വലിയ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും ഇല്ല. കാരണം നമ്മളെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഒരു കമ്പനിയെ മുന്നോട്ട് നയിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യണം. ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റേതായ ഗുണം നമ്മുടെ കമ്പനിക്കുണ്ടാവും. അങ്ങനെ കമ്പനിക്കുണ്ടായ അതിൻ്റേതായ ഗുണം നിങ്ങൾക്കും ഉണ്ടാവും എന്ന് പറഞ്ഞു. പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുകയാണ്. ഈ സമയം നിധിക്ക് സംശയം തനിക്ക് ഇവിടെ ജോലി കിട്ടുമോ ഇല്ലയോ എന്ന്. ഒടുവിൽ അതിന് മാനേജർ പറഞ്ഞു, അതെ അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ നിധി വന്ന് ജോയിൻ ചെയ്തോളാൻ പറഞ്ഞു. അല്ല സാറേ, അപ്പോൾ ഇൻ്റർവ്യൂ കഴിഞ്ഞല്ലോ. അല്ല അപ്പോൾ ചോദ്യങ്ങളോ എന്തിന് ചോദ്യങ്ങൾ ചോദിക്കുന്നേ? നിധി ഫ്രഷ്നറല്ലേ, അതുപോലെ തന്നെ ഞങ്ങൾ ഈ കമ്പനി തുടങ്ങിയിട്ട് അധികം ആയിട്ടില്ല, പിന്നെ എന്ത് ചോദ്യങ്ങൾ ചോദിക്കാനാ? ചോദ്യത്തിലൊന്നും ഒരു കഥയില്ല. നമ്മൾ ചെയ്യുന്ന വർക്കിലാണ് കാര്യം. ഇവിടുത്തെ കമ്പനിയെ പ്രോജക്റ്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യുക, അങ്ങനെ ചെയ്ത് മുന്നോട്ട് പോകുക. അല്ലാതെ ഇപ്പം ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു, നിധി അതിന് ഉത്തരം പറഞ്ഞു, അതിനകത്തൊന്നും വലിയ കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നണില്ല എന്ന് പറഞ്ഞു. നിധി ചോദിച്ചു, അല്ല എന്നാ സാറേ വന്ന് ഞാൻ ജോയിൻ ചെയ്യണ്ടേ? അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ മെയിൽ ചെയ്തേക്കാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ നിധി സന്തോഷത്തോട് കൂടിയിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങണേ. നിധി വന്നു കഴിഞ്ഞപ്പോഴത്തേന് സുധീഷ് കാറിലിരുന്ന് ഉറങ്ങുവാണ്. കാരണം സാധാരണ നിധി ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, കുറച്ച് സമയം ലേറ്റ് ആയിട്ടല്ലേ വരുന്നത്. നിധി കാറിനകത്തേക്ക് കയറിയിട്ട് അപ്പോൾ ആ കാറിനകത്തൊരു ഭഗവാന്റെ വിഗ്രഹം വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ വിഗ്രഹം ഉണ്ടായിരുന്നു. അതിലേക്ക് നോക്കിയിട്ട് തൊഴുതിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് സുധീഷ് കണ്ണുറന്ന് നോക്കിക്കഴിഞ്ഞപ്പം നിധിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നിരിക്കുന്നത് കണ്ടു. സുധീഷ് നിധിയെ ഒന്ന് തോണ്ടി, എന്നിട്ട് ചെന്താന്ന് ചോദിച്ചു. ഒന്നുമില്ല, എന്ത് പറ്റി? കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നെന്ന് ചോദിച്ചു. അതെ. അല്ല ഇത് എപ്പോഴാണ് വന്നേ? ഇത്ര പെട്ടെന്ന് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞു എന്ന് ചോദിച്ചു. കഴിഞ്ഞു. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ട്, എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ജോലി കിട്ടിയോ? അതെ, ജോലി കിട്ടിയെന്ന് പറഞ്ഞു. സുധീഷിന് സന്തോഷമായിരുന്നു. സുധീഷ് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ തിരികെ പോരുന്ന സമയത്ത് നിധി പറഞ്ഞു, എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ജോലി എന്ന് പറഞ്ഞാൽ. ജോലി കിട്ടും, ഇത്ര പെട്ടെന്ന് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പിന്നെ വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പറഞ്ഞു. അപ്പോഴേക്ക് സുധീഷ് ചോദിച്ചു, ജോലി കിട്ടി, അല്ല എത്ര രൂപ സാലറി ഉണ്ടെന്ന് ചോദിച്ചു ഒരു മാസം. അപ്പോഴേക്ക് നിധി പറഞ്ഞു, 20,000 രൂപയുണ്ട്. 20,000 രൂപയോ? അതെ, 20,000 രൂപ. അപ്പോഴേക്ക് സുധീഷ് അമ്പരപ്പോടുകൂടി നിധിയെ നോക്കുകയാണ്. എന്നിട്ട് ചോദിച്ചു, അല്ല നിധി പഠിക്കാൻ വേണ്ടി എത്ര ലക്ഷം മുടക്കി? 10, 15 ലക്ഷം, 20 ലക്ഷം രൂപ മുടക്കിയില്ലേന്ന് ചോദിച്ചു. അതെന്താ സുധീഷ് അങ്ങനെ ചോദിച്ചേ? അല്ല അത്രയും രൂപ മുടക്കിയിട്ട് 20,000 രൂപയാണോ മാസം കിട്ടുന്നേ? ഇതിനേക്കാളും കൂടുതൽ ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ ഒരു മാസം. ഇനിയിപ്പം ഒരു ഈഗോ പ്രശ്നം വരത്തില്ല നമ്മൾക്കിടയിലെന്ന് പറഞ്ഞു. ഈഗോയോ? അതെ, എന്നേക്കാളും കൂടുതൽ നീ സമ്പാദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു ചിന്ത അതിനിപ്പം നിധിക്കുണ്ടാകത്തില്ലോ. കാരണം നിധി സമ്പാദിക്കുന്നേക്കാളും കൂടുതൽ ഞാൻ സമ്പാദിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നിധി പറഞ്ഞു, അതെ ഞാൻ ഫ്രഷ്നറല്ലേ, അതുകൊണ്ട് പുതുതായിട്ട് കയറിയവർക്കൊക്കെ ഇത്രയും രൂപയൊക്കെ കിട്ടത്തുള്ളൂ എന്ന് പറഞ്ഞു. ആദ്യമായിട്ടല്ലേ ഞാൻ ജോലിക്ക് കയറുന്നേ, എല്ലാ കമ്പനിയിലും എങ്ങനെ ആദ്യം 20,000 ഒക്കെ കിട്ടുള്ളൂ. അപ്പോഴേക്ക് സുധീഷ് പറഞ്ഞു, ഞാൻ കരുതിയത് ഒരു 1 ലക്ഷം 2 ലക്ഷം രൂപയൊക്കെ കിട്ടുമെന്ന്. അത്രയോ? അതേന്നെ, ഒന്നുമല്ലേലും ഒരു എഞ്ചിനീയർ അല്ലേ, അപ്പം അത്രയും തുകയൊക്കെ കിട്ടുമെന്ന് കരുതിയാൽ ഞാനിരുന്നേന്ന് പറഞ്ഞു. നീതി പറഞ്ഞു, അത്രയ്ക്കൊന്നും കിട്ടത്തില്ല, ആദ്യമായിട്ട് കയറിയവർക്ക് അത്രയൊന്നും കിട്ടത്തില്ല. പിന്നെ ഞാൻ കയറിയിരിക്കുന്ന കമ്പനി ഒരു ചെറിയ കമ്പനിയാണ്, കമ്പനി വളർന്ന് വന്നു കഴിയുമ്പം സാലറി കൂടുതൽ കിട്ടുമെന്നൊക്കെ പറഞ്ഞു. നിധിയുടെ മുഖമൊക്കെ അങ്ങോട്ട് വല്ലാതായി പോയിട്ടുണ്ടായിരുന്നു. പിന്നീട് പോരുന്ന വഴിക്ക് നിധി സംസാരിക്കാതിരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് സുധീഷ് പറഞ്ഞു, അയ്യോ ഞാൻ പിന്നെ വെറുതെ പറഞ്ഞ കേട്ടോ ഈ ശമ്പളത്തെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ അതിനകത്ത് എന്തിരിക്കുന്നു. ഇനിയിപ്പം കുറച്ചാൾ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നിധിക്ക് സാലറി കൂടുതൽ കിട്ടുമല്ലേ എന്ന് ചോദിച്ചു. നിധി പറഞ്ഞു, എനിക്ക് സാലറി കൂടുതൽ കിട്ടും. സുധീഷിന് അപ്പോഴും ഈ സാലറി ഒക്കെ തന്നെ ആയിരിക്കും, പക്ഷേ എനിക്ക് 1-2 വർഷം കഴിയുമ്പോഴത്തേനും സാലറി കൂടുതൽ കിട്ടുമെന്നൊക്കെ നിധി പറഞ്ഞു. ദൈവമേ, ഇവളുടെ മനസ്സിൽ അത് ശരിക്കും കൊണ്ടെന്ന് തോന്നേ എന്നൊക്കെ ഒരു ചിന്തയായിരുന്നു സുധീഷിന്. ഇതേ സമയം നീതു വർക്ക്ഷോപ്പിലേക്ക് ഹരീഷിനെ കാണാനായിട്ട് വരുന്നുണ്ട്. നീതു അതിലൂടെ വരുന്ന കണ്ടപ്പോൾ തന്നെ ഹരീഷ് ചന്തുവിനോട് പറഞ്ഞു, എടാ ചന്തു, ഞാൻ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ഇതെന്താ ഹരീഷേട്ട ഇപ്പോഴൊരു ചായ കുടി? അതെ, ഈ വണ്ടി കുറച്ച് കഴിയുമ്പോൾ കൊടുക്കണ്ട, അവർ പ്രത്യേകം പറഞ്ഞിട്ട് പോയതാ. ഹരീഷ് പറഞ്ഞു, ഞാൻ നോക്കിക്കോളാം. ഹരീഷാണ് ഇപ്പോൾ ചായ കുടിക്കാൻ പോകണ്ട, ഞാൻ വേണേൽ ചായ മേടിച്ചുകൊണ്ടിരാന്ന് പറഞ്ഞു. വേണ്ട ഞാൻ പോയി കുടിച്ചോളാന്ന് പറഞ്ഞു. അപ്പോഴാണ് നീതു അങ്ങോട്ട് വരുന്നത്. ഓഹോ, അപ്പം അതാണ് കാര്യം. ഇവളെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിട്ട് പതുക്കെ ഇവിടെ നൈസായിട്ട് മുങ്ങാനുള്ള പരിപാടിയാണ്. ഇപ്പോഴല്ലേ എനിക്ക് കാര്യം മനസ്സിലാകുന്നേ. പിന്നീട് ചന്തു പറഞ്ഞു, മനസ്സിലായ ഹരീഷേട്ട, എനിക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് പറഞ്ഞു. നീതു അങ്ങോട്ട് വന്നു. നീതു അങ്ങോട്ട് വന്നിട്ട് ഹരീഷിനെ നോക്കി. ഹരീഷ് മൈൻഡ് ചെയ്യാതിരിക്കുകയാണ്. അപ്പോഴേക്കും ചന്തു പറഞ്ഞു, ചായ കുടിക്കാൻ പോകാനായിട്ട് ഇറങ്ങുമായിരുന്നു എന്ന് പറഞ്ഞു. ആണോ എന്നും പറഞ്ഞിട്ട് നീതു തൻ്റെ ബാഗിനകത്തുനിന്ന് ഒരു കാർ ബിസ്ക്കറ്റ് എടുത്തു. എന്നിട്ട് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞു. ഹരീഷിന് കൊടുത്തു. ഹരീഷ് അത് വാങ്ങിയില്ല, ഇങ്ങനെ നോക്കുകയാണ്. ആ സമയത്ത് നീതു ചോദിച്ചു, എന്താ ഹരീഷ്, ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്ത എന്താന്ന് ചോദിച്ചു. ഞാനെന്തിന് ഫോൺ എടുക്കണം? ഫോൺ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിൻ്റെ വായിരിക്കുന്ന ചീത്ത മുഴുവൻ ഞാൻ കേൾക്കണ്ടേ, അതിൻ്റെ ആവശ്യം എനിക്ക് എന്താന്ന് ചോദിച്ചു. ഹരീഷേ, ഒരു കാര്യം ഞാൻ പറയുന്നുണ്ടെന്ന് തോന്നരുത്. ഉള്ള സത്യാവസ്ഥകൾ തുറന്നു പറയേ പ്രശ്നമുണ്ടോ?
കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ച സമയത്ത് ഹരീഷ് ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുമായിരുന്നു. അതെന്ത് പ്രശ്നമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കോള് കട്ട് ചെയ്യും, എനിക്ക് മനസ്സിലാവും. പക്ഷെ അതിന് പകരം ഹരീഷ് വെറുതെ കിടന്ന് ഉരുണ്ട് കളിച്ചു, അതുകൊണ്ടല്ല ഞാൻ ദേഷ്യപ്പെട്ടേന്ന് ചോദിച്ചു. ഹരീഷ് പറഞ്ഞു, നിന്നോട് പറഞ്ഞിട്ടൊന്നൊരു കാര്യമില്ല, നിന്റെ തലയിലേക്കൊന്നും കയറാൻ പോകുന്നില്ലെന്ന് പറഞ്ഞു. അവനവും ചെയ്ത് തെറ്റ് ന്യായീകരിക്കാൻ ശ്രമിക്കുകയൊന്നും വേണ്ട, വെറുതെ എന്തിനാ സ്വന്തമായിട്ട് ന്യായീകരിക്കുന്നത്, അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ഒടുവിൽ അവർ തമ്മിലുള്ള പ്രശ്നം അങ്ങനെ പരിഹരിക്കുകയാണ്. നീതോ ഹരീഷും കൂടെ കുറച്ച് സമയം സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേനും പ്രശ്നത്തിനൊക്കെ ഒരു തീരുമാനമായി. ഈ സമയത്ത് സുധീഷിനോട് നിധി പറഞ്ഞു, അതെ നമുക്ക് സുഭാഷിൻ്റെ അടുത്തൂടെ പോയിട്ട് പോകാമെന്ന് പറഞ്ഞു. അതെന്തിനിപ്പോൾ അങ്ങോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒടുവിൽ ആ പണി സൈറ്റിലേക്ക് വരുവാണ്. സുധീഷ് പറഞ്ഞു, ഇപ്പം ഇങ്ങോട്ടേക്ക് വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, പിന്നല്ലാതെ. അതെ സുഭാഷേനെ കണ്ട് കാര്യങ്ങളൊക്കെ പറയണ്ടേ, എനിക്ക് ജോലി കിട്ടിയ കാര്യം. ഞാൻ പോകുന്ന സമയത്ത് സുഭാഷേനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹം, എനിക്ക് എത്രയും പെട്ടെന്ന് ജോലി കിട്ടണമെന്ന് എത്ര ആഗ്രഹിച്ചിരുന്നാലും അറിയാവുമെന്ന് പറഞ്ഞു. സുധീഷിൻ്റെ മുഖം മാറി. ഇൻ്റർവ്യൂവിന് കൊണ്ടുപോകുന്നെല്ലാം താന്, ഇവളെ സ്നേഹിക്കുന്ന താന്, എന്നിട്ട് ഇവൾക്ക് സ്നേഹം സുഭാഷേനോട്. ഒരു ചേട്ടനും അനുജത്തിയും വന്നിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്. അപ്പോഴേക്കും സുഭാഷ് അങ്ങോട്ട് ഇറങ്ങി വന്നു. എന്താ മോളെ, എന്തായി കഴിക്കുന്നു ചോദിച്ചു. അല്ല ഇൻ്റർവ്യൂ കൂടാൻ പോയിട്ട് വരുന്ന വഴിയാ, എന്നിട്ട് എങ്ങനെയുണ്ടായി, പാസ്സായെന്ന് ചോദിച്ചു. എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നീട് സീറ്റ്സും കാര്യങ്ങളൊക്കെ നിധി കൊടുക്കുന്നുണ്ട്. ഈ സമയം സുഭാഷിനോട് ചോദിച്ചു, അല്ല ബാക്കിയെല്ലാവരും എന്ത് ചെയ്യും, പണിക്കാർ അവരൊക്കെ അപ്പോഴെ പണിയുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിധി അവിടെയൊക്കെ കയറി കാണുവാണ്. പിന്നീട് സുഭാഷിനോടൊരു കാര്യങ്ങൾ ചോദിച്ചു. എന്നിട്ട് സുഭാഷിനോട് പറഞ്ഞു, അതെ ഇവിടുത്തെ കിച്ചണ് ഓപ്പൺ കിച്ചണേ കുറച്ചുകൂടെ നല്ലതല്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോൾ സുഭാഷ് പറഞ്ഞു, ആഹാ അത് കൊള്ളാലോ, അതൊരു നല്ല ഐഡിയ ആണല്ലോ എന്ന് പറഞ്ഞു. ഞാൻ ഓണറോടൊന്ന് ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ മോള് പറഞ്ഞ പോലെ തന്നെ ഓപ്പൺ കിച്ചണ് ഇവിടെ വെക്കാം, നല്ല ഭംഗിയുണ്ടായിരിക്കുമല്ലേ എന്ന് ചോദിച്ചു. അതെ കണ്ടോ, ഇതാ പറഞ്ഞ് എൻജിനീയർ വേണമെന്ന് പറഞ്ഞ്, കണ്ടോ നല്ലൊരു എൻജിനീയർ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഐഡിയാസുകളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞു നിധിയെ പ്രശംസിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.